മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കൽ. സീഡ് സൊസൈറ്റി തട്ടിപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലും നിരവധി പേർ പരാതിയുമായി എത്തി. എടക്കാട് സീഡ് സൊസൈറ്റിക്ക് കീഴിൽ വരുന്ന മുണ്ടേരിയിൽ നിന്ന് മാത്രം 100ഓളം പേരാണ് ചക്കരക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് എടക്കാട് സീഡ് സൊസൈറ്റി എന്ന പേരിൽ മുണ്ടേരി മൊട്ടയിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. മുണ്ടേരിയിലെ സൽമത്ത് കോർഡിനേറ്ററും സെനീന, സെറീന, റിയ എന്നിവർ പ്രൊമോട്ടർമാരുമാണ്. നിരവധി പേർ മെമ്പർഷിപ്പ് എടുക്കുകയും ആവശ്യപ്പെട്ടവർക്ക് തയ്യൽ മെഷീൻ, വാട്ടർ ടാങ്ക്, ലാപ്ടോപ്പ്, ഓണക്കിറ്റ് എന്നിവയും പകുതി വിലക്ക് നൽകി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തു. തുടർന്നാണ് പകുതി വിലക്ക് സ്കൂട്ടർ ലഭിക്കുമെന്ന് പറഞ്ഞ 60,000 രൂപ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത്. ഇതിൽ മുണ്ടേരിയിൽ നിന്ന് മാത്രം 100ഓളം പേർ പണം അടച്ചതായി പറയുന്നു. ഇതിൽ ഹോം അപ്ലയൻസിനും ചേർത്ത് 90,000 രൂപ വരെ അടച്ചവരുമുണ്ട്. ഇവരാണ് ചക്കരക്കൽ സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത്. കോർഡിനേറ്ററെയും പ്രൊമോട്ടർമാരെയും ബന്ധപ്പെട്ടപ്പോൾ കേസ് കൊടുക്കാൻ പാടില്ലെന്നും നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചതായും, എന്നാൽ അതിൽ വിശ്വാസമില്ലാത്തതിനാലാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും പണം നഷ്ടപ്പെട്ട മുണ്ടേരിയിലെ മുന്താസും കൂട്ടരും പറഞ്ഞു. ഘട്ടം എന്ന നിലയിൽ അവര് കുറച്ച് പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തു, അതിനുശേഷം മെഷീൻ കൊടുത്തു, അതിനുശേഷം വാട്ടർ ടാങ്ക് കൊടുത്തു, പിന്നെ ഒരു സ്കൂൾ കിറ്റ്, അതുപോലെ തന്നെ ഓണ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് പിന്നെ വലിയ എമൗണ്ട് ആയ 60,000 സ്കൂട്ടിക്കും കൂടി നമ്മളെ കൊണ്ട് അടപ്പിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഇത്ര ദിവസത്തിനുള്ളിൽ അടക്കണം, അങ്ങനെയുള്ളവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ആദ്യഘട്ടം പറഞ്ഞത് ഫസ്റ്റ് അടക്കുന്നവർക്ക് മാത്രമാണ് സ്കൂട്ടി കിട്ടുക എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് അറിഞ്ഞത് പരമാവധി അവർ മാക്സിമം എത്ര ആൾക്കാരെ അടപ്പിക്കാൻ വേണ്ടി പറ്റും അത്രയും പേരെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ 2,000 പേരെയാണ് സ്കൂട്ടിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായത്. അതിൽ നമ്മുടെ മുണ്ടേരി പഞ്ചായത്തിൽ 100ഓളം പേരാണ് ഈ ചതിയിൽപ്പെട്ടവരുള്ളത്. അപ്പൊ നമുക്ക് സ്കൂട്ടി കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിന് ശേഷം നമ്മളെ കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയിട്ട് ഒരു വെരിഫിക്കേഷൻ എന്ന നിലയിൽ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, ഹോം അപ്ലയൻസിനും കൂടി നമ്മളെ അടപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹോം അപ്ലയൻസിനും അടപ്പിക്കുമ്പോൾ ഇതിങ്ങനെയാണ് പറഞ്ഞത്, അല്ല എത്രയും പെട്ടെന്ന് അടക്കണമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 30,000 വരെ ആൾക്കാർ ഹോം അപ്ലയൻസിനും കൂടി അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിസംബർ നമ്മളിങ്ങനെ ഡേറ്റ് ചോദിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ ആദ്യഘട്ടം വന്നത് സ്കൂട്ടിക്ക് അപേക്ഷിച്ച 3 മാസത്തിനുള്ളിൽ സ്കൂട്ടി കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് പറഞ്ഞത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ സ്കൂട്ടി കിട്ടുമെന്നാണ് പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ 100 വർക്കിംഗ് ഡേയ്സ് ഡിസംബർ 28-നായിരുന്നു വരുന്നത്. അപ്പൊ നമ്മള് ഡിസംബർ 12-ാം തീയതി ഒന്നും അതിനെ കുറിച്ചിട്ട് ഒരു ഇതും പറയാതെ ഇപ്പൊ നമ്മളത് ഗ്രൂപ്പിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ പ്രതികരിച്ചപ്പോൾ നമ്മള് മോശമായ രീതിയിലായിരുന്നു അവർ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. എടക്കാട് സീഡിന്റെ കീഴിലുള്ള മുണ്ടേരി, കടമ്പൂര്, ചെമ്പിലോട്, കൊളച്ചേരി, അഞ്ചരക്കണ്ടി തുടങ്ങി 5 പഞ്ചായത്തിലെ എല്ലാ പരാതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് FIR ചെയ്യുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതായി ചക്കരക്കൽ സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചതായും പരാതിക്കാർ കൂട്ടിച്ചേർത്തു. എടക്കാട് സീഡ് ബ്ലോക്കിന്റെ കീഴിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പിന്നെ ഒരു FIR ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനിയും നമ്മളെ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.